ഒരു പീസ് ഓഫ് മൈൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അതായത് നമ്മൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിനെ നമ്മളതൊരു ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് നോക്കി. സ്നേഹം എന്താണെന്ന് പ്രകടിപ്പിച്ചിട്ട് നോക്കി നോക്കി. അത് നമുക്കത് തിരിച്ചും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേറൊരു സംഭവം ഉള്ളത് ട്രസ്റ്റ് നമ്മൾ ഒരാളിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിനെപ്പോഴും ഒരു പ്രൂഫ് വേണം. അതായത് എനിക്ക് വിശ്വാസമുണ്ട്, അതല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് വെറുതെ നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലാക്കണം. പിന്നെ വേറൊന്നുള്ളത് പ്രതീക്ഷയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് വേണം പ്രതീക്ഷിക്കാനായിട്ട്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി. നമുക്കെപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് സോറി. ബട്ട് ആ സോറിയുടെ പുറകിലൊരു ചേഞ്ച് വരുത്താതെ ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും ആ സോറി അതല്ലെങ്കിൽ ആ തെറ്റ് തന്നെ ആവർത്തിച്ചിട്ട് വീണ്ടും സോറി പറയുമ്പോൾ അതിനൊരു ശരിയുള്ള വേ അല്ല അത്. പക്ഷെ അത് തിരുത്തിക്കൊണ്ട് പിന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും അത് തിരുത്തിക്കൊണ്ടാണ് ആ സോറി പറയുന്നത്, അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നുമില്ല എങ്ങനെയാണെങ്കിൽ സമാധാനമില്ലെങ്കിൽ. അപ്പോൾ സമാധാനത്തിന് വേണ്ടി നമുക്ക് പീസ് ഓഫ് മൈൻഡ് സെറ്റ് ചെയ്യാം.